പറയാനുള്ളത് എന്താ വെച്ചാല് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി ഞാന്. മനസ്സിലായോ? അത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഡിസപ്പോയിന്റഡ് ആയി. മെയിൻ തിങ് എന്താന്ന് വെച്ചാല് നിങ്ങൾക്കറിയാം സിനിമാറ്റിക്സ് നമ്മള് മെയിൻലി വാർ ജയിച്ചതെന്നാ? വാർ എനിക്ക് തോന്നുന്നത് 12-ന്തിയോ അതോ 10-ന്തിയോ 12-ന്തിയോ ഒക്കെ ആയിട്ടാണ് നമ്മൾ വാർ ജയിച്ചത്. വാർ ജയിച്ചിട്ട് ഇതേപോലെ ഒരു 2 ആഴ്ച 3 ആഴ്ച എന്തോ ആയിട്ടുള്ളൂ മാക്സിമം പോയ. 3 ആഴ്ച ആവുന്നേ ഉള്ളൂ മാക്സിമം പോയ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം S3 കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഏകദേശം ഒരു 2-3 ദിവസം പോയി. പിന്നെ ഞങ്ങൾ ആദ്യം S3 കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാന്ന് കരുതി. കാരണം മാലിക്കിന് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞതാ. മാലിക്കിന് ഈ മെയിൻ തിങ് ആയിട്ട് അവന് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്. അവന് പേഴ്സണലി ഫാമിലിയിലൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് അവൻ ഇപ്പൊ ബ്രേക്ക് ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അവന് സിനിമാറ്റിക്സ് ചെയ്യാൻ ചിലപ്പോൾ അവന് പറ്റലുണ്ടാവില്ല എന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതായിരുന്നു. അപ്പൊ നമ്മൾ ഇതേമാതിരി S3 ഏൽപ്പിക്കാൻ നോക്കി. S3ക്കും ഇതേമാതിരി സിനിമാറ്റിക്സിന്റെ ഓപ്ഷൻസ് ഒന്നും ഇപ്പൊ ഇല്ല. അഥവാ അവൻ PC എന്തൊക്കെയോ റീബൂട്ട് ചെയ്തൊക്കെ വന്നിട്ടോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് സിനിമാറ്റിക്സ് ചെയ്യുന്ന ഒരു സംഭവം അവന്റെ അടുത്ത് ഇല്ല എന്നുള്ളത് ഓനും പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബ്ലൈൻഡ് ഗെയിമിങ്ങിനെ ഏൽപ്പിച്ചാൽ നോക്കി. ബ്ലൈൻഡ് ഗെയിമിങ്ങിന് ഒരു 20-25 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഈ ഒരു മൊത്തം ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഓൻ പറഞ്ഞ ഒരു റേറ്റിന് എനിക്ക് ഓക്കെ ആയില്ല പേഴ്സണലി. മനസ്സിലായോ? അത് ഭയങ്കര എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ആ ഒരു കണ്ടന്റിന് അത്ര വലിയൊരു എമൗണ്ട് കൊടുക്കണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. അല്ലാതെ ഞാൻ ഓനെ ഇതാക്കി പറയുന്നല്ലോ. ഞാൻ ഇന്നലെ തന്നെ എന്റെ ലൈവിൽ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഓനതാക്കിയോണ്ടല്ല. ഓന്റെ വർക്കിന് ഓനത് ചോദിക്കാം. അത് ഓന്റെ ചോയ്സ് ആണ്. പക്ഷെ എനിക്കത് പേഴ്സണലി ഭയങ്കര വലിയൊരു എമൗണ്ട് ആയി തോന്നിയതുകൊണ്ട് ഞാൻ അത് കൊടുത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ഒരു മാക്സിമം പോയ ഒരു 4 ദിവസം 5 ദിവസം ആയിട്ടുള്ളൂ മാലിക് ഇതിന്റെ ബാക്കിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഒരു 4-5 ദിവസം കൊണ്ടാണ് ഈ സിനിമാറ്റിക്സ് ഓൻ സ്റ്റാർട്ട് ചെയ്തത് പോലും. എന്നിട്ട് പോലും നമ്മൾ ഇന്ന് ഡ്രോപ്പ് ചെയ്യണം എന്ന് കരുതിയത്, ഇന്ന് ഔട്ട് ചെയ്യണം എന്ന് കരുതിയതില് സിനിമാറ്റിക്സും അതേപോലെ കംപ്ലീറ്റ് സാധനങ്ങളും സെക്കൻഡ് പാർട്ടിലാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇത് ഇത് എന്താ അറിയോ? ഇത് ഇന്ന് തന്നെ നിങ്ങൾ ഔട്ട് ചെയ്യണം, നിങ്ങൾക്ക് ഇന്ന് തന്നെ കാണണം, നിങ്ങൾക്ക് ഇന്നലെ കാണാ ഉള്ള ഒരു അവസരം നമ്മൾ തരും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് പൗതിക്ക് വെച്ച് കട്ട് ചെയ്ത് കണ്ട്. എടാ ഇത് എന്താടാ ഒരു സിമ്പലാ വരുന്നത് കേട്ടാ. ഇതെന്താ ഈ ഒരു സാധനം? ഇത് W എന്നാണോ ഈ വരുന്നത്? വേറെന്തോ ഒരു ഇൻസുയി എന്നാണ് പറഞ്ഞാണ്ട് എനിക്ക് വരുന്നത്. മനസ്സിലാവുന്നില്ല. അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി ഞാൻ. ഫസ്റ്റ് തിങ് എന്താന്ന് വെച്ചാല് ഇതൊരു കംപ്ലീറ്റ് പാർട്ട് 1 പാർട്ട് 2 എന്ന് പോലെ ആക്കാതെ 2 പ്രാവശ്യം KVN അടിച്ചതും ഇന്ന സിംഗിൾ പാർട്ടിൽ ഒതുക്കി അങ്ങനെ തീർത്തു വിടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇന്നലെ നമ്മൾ ഇതിന്റെ ലൈവിൽ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞതുമാണ്. ട്രാൻസ്ലേറ്റ് ഓൺ ആയിട്ടാണ് പോസ് ചെയ്യുന്നോ? ട്രാൻസ്ലേഷൻ ഓണോ? ട്രാൻസ്ലേഷൻ ഓൺ ആണോ എനിക്കറിയില്ല. അപ്പൊ ഈ ഒരു സാധനത്തില് സിനിമാറ്റിക്സ് കംപ്ലീറ്റ്ലി വരുന്നത് ഫുള്ള് സെക്കൻഡ് പാർട്ടിലായിരുന്നു. അത് മാലിക് ഓൾറെഡി സെക്കൻഡ് പാർട്ടിൽ ചെയ്തു വെച്ചതാ. പക്ഷെ സെക്കൻഡ് പാർട്ടിൽ കുറച്ചും കൂടി കുറെ കൂടി നിങ്ങൾക്ക് ഹൈപ്പായിട്ട് കാണാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ ഉണ്ട് ആക്ച്വലി. അപ്പൊ അത് എന്താ പറയാ, അത് ഇന്ന് ഔട്ട് ചെയ്യാൻ കഴിയൂല എന്ന് വന്നപ്പോഴാണ് ഞാൻ മാലിക്കിനോട് പറഞ്ഞത് ഇന്ന് എന്തായാലും ഔട്ട് ചെയ്യണം. അതുകൊണ്ട് നീ പാർട്ട് 1 പാർട്ട് 2 ആക്കിയിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. അഥവാ KVA ഇതേമാതിരി കാസ്ട്രോ ഈഗിൾ എന്ന് വിളിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതേപോലെ അതൊക്കെ സെക്കൻഡ് പാർട്ടിൽ ഒരു കഥ പോലെ നമ്മൾ ചെയ്യാൻ കരുതിയ ഒരു സംഭവമാണ്. പിന്നെ മാക്കിൻ്റെത്, പിന്നെ കുറുപ്പ്, ദിഗോഡ്, റാംബോ, ഇതൊക്കെ സെക്കൻഡ് പാർട്ടില് ഒരു W ആക്കിയിട്ട് ചെയ്യണം എന്ന് കരുതിയതാ. ഇല്ല, അത് ഓൾമോസ്റ്റ് ഞാൻ പറയാം സെക്കൻഡ് പാർട്ടൊക്കെ ഓൾറെഡി അതും ഏകദേശം ഒരു 70-75% കഴിഞ്ഞതാ. അതിന്റെ കുറച്ച് മിക്സിങ്ങും ഒക്കെ പാടെ ഓഡിയോ നിങ്ങളൊരു കാര്യം നോക്കി ആലോചിക്കണേ. ഇന്ന് ഇത്രയും തിരക്ക് ഇട്ടുകൊണ്ട് ഇത് ചെയ്തതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്ക് ആണ് ഈ സാധനം. ഏതറിയോ? എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയത്. അത് സാധാരണ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 പ്രാവശ്യം ഞങ്ങൾ ഇരുന്ന് കണ്ടിട്ട് പിന്നെയാണ് അത് ഞങ്ങള് പോസ്റ്റ് ചെയ്യലുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു സാധനം കണ്ടോ? ഇവിടെ ഒരു താങ്ക്സ് ഫോർ വാച്ചിങ് എന്ന് കയറുന്നുണ്ട്. ഇവിടെ താങ്ക്സ് ഫോർ വാച്ചിങ് ഒന്നല്ല. അതാ ഇവിടെ ഒരു താങ്ക്സ് ഫോർ വാച്ചിങ് എന്ന് പറഞ്ഞിട്ട് കയറുന്നുണ്ട്. ഈ താങ്ക്സ് ഫോർ വാച്ചിങ് ലാസ്റ്റാ. ഇത് അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചേന്ന് എന്തോ ഒന്ന് മാറിയതാ. ഇവിടെ ഇതൊന്നല്ല, ഇവിടെ വേറെ റൈറ്റിങ്സ് ഉണ്ടായിരുന്നു. അഥവാ ഇതിങ്ങനെ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് ഇവര് നമ്മളെ കീപ് ട്രൈ ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് വട്ടം വരെയായിട്ട് വേണ്ടാന്ന് എഴുതിയാണ്ട് ഇവരെ സിറ്റുവേഷൻ എടുക്കാതെ ഒഴിഞ്ഞു പോയപ്പോഴും ഇവർ ഇന്റൻഷനലി കംപ്ലീറ്റ് സിറ്റുവേഷൻ എടുക്കായിരുന്നു എന്നുള്ളൊരു സാധനമാണ് ഇവിടെ എഴുതിയത്. പക്ഷെ അത് മാറിയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ആയി. അതൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് അല്ല.
അത് ലാസ്റ്റ് നമ്മളിതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ ടൈം കിട്ടില്ല. പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞാണ്ട് ഇത് ഇട്ടതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഇരുന്ന് ലാസ്റ്റ് ടൈം ഒന്നും ഇരുന്ന് കാണാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ഇതിന്റെയൊക്കെ അപ്പുറത്ത് സെക്കൻഡ് പാർട്ടിലാണ് ഇത് ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ്ലി അത് ഇന്നെ വെച്ചിട്ട് ചെയ്തതാണ്. സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ്ലി റാംബോ അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. അത് ഇത് ഫുൾ വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറെ പേർക്ക് ഇതിലുണ്ട് എന്താ പറയാ, ഇതിൽ ഞാൻ കുറെ കമന്റ്സ് കണ്ടടാ. മാസ് കൊടുക്കാതെ പാട്ട് വീഡിയോ മാസ് പറയാ അല്ല ഇതിലല്ല, കുറെ പേര് ഇതിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. റാംബോ അല്ല ഷെയ്ഖാണ് ലീഡർ, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. എനിക്ക് അത് കണ്ടോടുകൂടി എനിക്ക് ഭയങ്കര ഇപ്പം ഇതൊക്കെ കണ്ടാ അംബി സിഗ്മ ഓജി ഇത് ഒന്ന് മേ ബി ടി വി കെ വി ആയിന്ന് ഇന്ന അമ്പി എന്ന് വിളിക്കുന്ന ആരെങ്കിലും കാര്യം. ഇപ്പൊ ശരിക്കും ഡെമ്മി ആരാന്ന് റാംബോ തന്നെ തെളിച്ച് ഷെയ്ഖ് സിനിമാറ്റിക്സ് ഇറക്കി സൂപ്പർ ലീഡർ ശരിക്കും ഡെമ്മി ആക്കി വിട്ടു. ഷെയ്ഖ് മാലിക് കൂടി റാംബോനെ ഊമ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കിത് കേട്ടതോട് ഞാൻ സത്യം പറഞ്ഞ ലൈവ് വരാനാവില്ലാന്ന് കരുതിയ. പക്ഷെ എനിക്ക് ഇത് കണ്ടപ്പോ പിന്നെ എന്താ വെച്ചാൽ ഇത് വന്ന് ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാ എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. കുറെ പേരുണ്ട് ഇതില്, കുറെ പേര് ഇതിൽ അയച്ചു. ഒരു എന്തായാലും ഒരു 5-8 ആൾക്കാർ ഇതിലുണ്ട്. റാംബോ സൈഡ് റോള്, റാംബോക്ക് ഒരു മെയിൻ റോൾ കൊടുക്കാമായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടിലാണ് ഇതിന്റെ മെയിൻ റോൾ ഉണ്ടായിരുന്നത്. മെയിൻ റോൾ എന്നല്ല, സെക്കൻഡ് പാർട്ടിലാണ് കംപ്ലീറ്റ്ലി സിനിമാറ്റിക്സ് തന്നെ വരുന്നത്. മാക്കും എല്ലാരും വരുന്നത് അതിലാ. ഇത് പെട്ടെന്ന് ഇറക്കേണ്ടി വന്നോണ്ട് ഇത് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ച ഒരു സംഭവം ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ഇവിടെ നിർത്തി. പക്ഷെ എനിക്ക് എന്താ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ്. ഞാൻ ഇതെന്താ വെച്ചാൽ ഈ വീഡിയോ തന്നെ ഡിലീറ്റ് ആക്കി കളഞ്ഞാലോ എന്നാ തോന്നണത്. ഞാൻ ഒരു കാര്യം ചെയ്യാം guys. എനിക്ക് എന്താന്ന് വെച്ചാ ഇതില് ഞാന് മെയിൻലി ഫസ്റ്റ് ഇതിന്റെ പേജിൽ പോസ്റ്റ് ചെയ്യണതാണ്. ഡിലീറ്റ് നെക്സ്റ്റ് ഡേ അപ്ലോഡ് എന്നോ. ഇത് ഞാൻ ഇത് കംപ്ലീറ്റ്ലി ഡിലീറ്റ് ആക്കിയിട്ട് പാർട്ട് 1 പാർട്ട് 2 എന്നില്ലാതെ ഫുള്ളി എന്താ പറയാ ഒറ്റ വീഡിയോ ആക്കിയിട്ട് പാർട്ട് 1 പാർട്ട് 2 ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇറക്കാന്നാ കരുതുന്നത്. അതിൽ ഈ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് 2 ദിവസം കഴിയും എന്തായാലും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നാളെ ഇപ്പൊ എന്തായാലും ഓന് വീട്ടിൽ നിന്ന് ഓന് പുറത്ത് പോകണം. അപ്പം നിങ്ങൾക്ക് അറിയാനിട്ടാ ഗൈസ്, നോക്ക് 24 മണിക്കൂറായി കണ്ടാ. ഫാറ്റ് ബ്രോ താങ്ക് യു ഫോർ 40. അലക്സ് ബ്രോന്നോ എന്താടാ ഇതുണ്ടോ 24 മണിക്കൂറായിട്ട് മാലിക്ക് വീസിയില്ല. ഓൻ ഫുഡ് കഴിച്ചിട്ടില്ല, മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ഇതിലിരുന്നുകാണ്ട് ഇത് ഫുൾ ടൈം ഇരുന്ന് ഇത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പാർട്ട് 2 ഓൾമോസ്റ്റ് ചെയ്ത് തീർത്ത് വെച്ചതാ. പക്ഷെ ഇത് ഇന്ന ടൈം കൊണ്ട് തീരൂല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിങ്ങനെ ഡുവലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓൻ തന്നൊരു ഐഡിയ ആണ്. എന്താ പറയാ, ഇങ്ങനെ പാർട്ട് 2 ആക്കിക്കാണ്ട് നമ്മൾ ഈ പ്രീക്വൽ സീക്വൽ എന്ന് പറഞ്ഞാണ്ട് ഒരു ചെയ്യുന്ന പരിപാടി ഇല്ലേ. ഇപ്പൊ ബാഹുബലി 1 2 ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിപ്പോ ഒരു പ്രീക്വലും ഇതിന്റെ സീക്വൽ ആയിട്ട് നെക്സ്റ്റ് പാർട്ട് ചെയ്യാ എന്നുള്ള ഒരു സംഭവം ഓൻ തന്നെ തന്നൊരു ഐഡിയ ആണ്. പക്ഷെ സീരിയസ്ലി പറയാലോ ചാറ്റ്, ഇത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഡിസപ്പോയിന്റഡ് ആയി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇനി ഞാൻ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തില് ഞാൻ ഇതേപോലെ ആർപീസോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യണ കുറച്ച് കണ്ടന്റ്സിന്റെ സിനിമാറ്റിക്സ് എന്റെ പേജിൽ പോസ്റ്റ് ആയിരിക്കും നല്ലത്. ഈ MRC റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ്, MRC റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ ജയിച്ചതിന്റെ കണ്ടന്റ്സ് ഞാൻ എന്റെ പേജിൽ ഇനി പോസ്റ്റ് ചെയ്യണ്ടെന്നാ കരുതുന്നത്. അത് ഒന്നെങ്കിൽ മാലിക്കിന്റെ പേജിൽ ഇട്ടോളും, ഇല്ലാന്നുണ്ടെങ്കിൽ റാംബോന്റെ പേജിൽ ഇട്ടോളും. കാരണം ഇത് എന്റെ ചാനൽ ആയതുകൊണ്ടും പിന്നെ ഞാൻ ഇന്റേതായ ഒരു സംഭവം ഞാൻ സിറ്റിയില് ചെയ്ത് വെച്ചതുണ്ട്, മനസ്സിലായോ. സ്റ്റാർട്ടിങ് എനിക്കൊരു സ്റ്റോറി ഉണ്ട്. ആ ഒരു ഓറ പോലത്തെ ഞാൻ സാധനം കീപ്പപ്പ് ചെയ്ത് പോണ ഒരാളാ. അത് എനിക്ക് എന്റെ ക്യാരക്ടറിൽ ഇത് ഞാൻ സിനിമാറ്റിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കാണിക്കേണ്ടി വരും. അതിപ്പോ റാംബോനെ കൂടുതൽ അല്ലെങ്കിൽ കമ്മിയാക്കി കാണിക്കണം അങ്ങനെയൊന്നും അല്ല. ഇത് എന്റെ ചാനലിൽ ഇതിപ്പോ നിങ്ങൾക്ക് നോക്കിയാ ടിവിയിലെ ചന്ദ്രൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആരാണോ ചെയ്യണേ. ഇപ്പൊ ബാലന്റെ വീഡിയോ നിങ്ങൾ കണ്ടറിയാം. ബാലന്റെ ചാനലിൽ ഇടുന്നതിൽ ബാലനായിരിക്കും മെയിൻ, മനസ്സിലായോ. അതങ്ങനെ അത്രേ ഉള്ളൂ. അല്ലാതെ ഇതെനിക്ക് ഒന്നാമത് ഭയങ്കര ഹേർട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും റാംബോ ഒക്കെ പുറത്ത് നല്ല രീതിക്ക് അത്രയും നന്നായിട്ടപ്പോ ഞങ്ങൾ ഗ്യാങ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതില് കമ്പാരിസൺ വന്നിട്ട് പിന്നെ എനിക്കും തന്നെ തോന്നി ഇനി ഇത് കണ്ടിട്ട് ഓൽക്കാർക്കെങ്കിലും വിഷമമായിക്കണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഈ കണ്ടന്റ് ഡിലീറ്റ് ആക്കും. ഇത് ഞാൻ മേ ബി റീ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പാർട്ട് 2ഉം പാർട്ട് 1ഉം കൂടെ കോമ്പൈൻ ചെയ്തുകൊണ്ട് റീ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി എന്റെ ചാനലിൽ റീ അപ്ലോഡ് ചെയ്യൂല. മേ ബി അത് ഞാൻ എന്തായാലും എനിക്കത് ഭയങ്കര എന്തോ ഒരു നെഗായി തോന്നുക, മനസ്സിലായോ. അതില് കംപ്ലീറ്റ്ലി ഞാൻ എന്തോ വലിയ പുണ്യാണെന്നുള്ളൊരു സാധനം വരും. അപ്പൊ അത് എന്തായാലും അങ്ങനത്തെ ഒരു സംഭവം വേണ്ട.